പെരുമ്പാവൂരിൽ കോടികളുടെ ഹൈബ്രിഡ് കഞ്ചാവ് പിടിച്ച കേസിൽ അന്വേഷണം പുരോഗമിക്കുന്നു. സംഭവത്തിൽ വൈപ്പിൻ സ്വദേശി ആയുഷും ഭാര്യ അനികയും പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നു. കഞ്ചാവ് എത്തിയത് വിദേശത്ത് നിന്നാണെന്നും ഹോൾസെയിൽ ഡീലർമാരായ പ്രതികൾക്ക് ലഹരി കൈമാറിയ ആളെ അടക്കം കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ അന്വേഷണം നടക്കുന്നത്. അരുൺ ശങ്കറുടെ വിവരങ്ങൾ നൽകാനായി. അരുൺ, ഭാര്യയും ഭർത്താവുമാണ് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത്. ഇവർക്ക് ഹോൾസെയിൽ കഞ്ചാവ് കച്ചവടം, നമ്മൾ ഈ ഹോൾസെയിലായി അരി കച്ചവടം എന്നൊക്കെ പറയുന്നത് പോലെയാണ് ഈ കച്ചവടം എന്ന് തോന്നുന്നു. എന്താണ് പോലീസിൽ നിന്ന് ലഭ്യമാകുന്ന വിവരങ്ങൾ? ഹോൾസെയിൽ ഹൈബ്രിഡ് കഞ്ചാവ് കച്ചവടം തന്നെയാണ് ഇവർ നടത്തിയിരുന്നത്. അതുകൊണ്ടാണ് ഇവർ താമസിച്ചിരുന്ന ഫ്ളാറ്റിൽ നിന്ന് 16 കിലോയിലധികം കഞ്ചാവ്, ഹൈബ്രിഡ് കഞ്ചാവ് പിടിച്ചെടുത്തത്. അതിന് വിപണിയിൽ മൊത്തത്തിൽ 18 കോടിയോളം രൂപ വില വരും. അപ്പോൾ അവർ ഹോൾസെയിലുകാർ തന്നെയാണ് എന്നുള്ളത് ആ രീതിയിൽ ഉറപ്പിക്കാം. പക്ഷേ ഇവർക്ക് എവിടെ നിന്ന് ഹൈബ്രിഡ് കഞ്ചാവ് കിട്ടി എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. ആ ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഇപ്പോൾ പോലീസ് തേടുന്നത്. പ്രധാനമായിട്ടും പോലീസിന്റെ ഒരു നിഗമനം എന്ന് പറയുന്നത് വിദേശ രാജ്യത്ത് നിന്നാണ് ഈ ഹൈബ്രിഡ് കഞ്ചാവ് എത്തിയത്. തായ്ലൻഡ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിന്ന് എത്തി എന്നുള്ളതാണ് സംശയിക്കുന്നത്. അപ്പോൾ ഇത് 18 കിലോ മാത്രമല്ല എത്തിയത്, അതിൽ കൂടുതൽ ക്വാണ്ടിറ്റി കേരളത്തിലേക്ക് എത്തിയിട്ടുണ്ട്. ആ എത്തിയത് എങ്ങോട്ടേക്ക് പോയി എന്നുള്ളതും ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. അത്തരം കാര്യങ്ങളാണ് ഇപ്പോൾ പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. നിലവിൽ ഈ അനിഖയെയും ഭർത്താവ് ആയുഷിനെയുമാണ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇവർക്ക് കൂട്ടാളികളുണ്ടോ ഈ കഞ്ചാവ് കച്ചവടത്തിൽ? ഇവർക്ക് കൂട്ടാളികൾ, ഇവരുടെ സംഘാംഗങ്ങൾ ഉണ്ടോ എന്നുള്ളതും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. എന്തായാലും അടുത്ത കാലത്ത് നടന്ന ഏറ്റവും വലിയ ഹൈബ്രിഡ് കഞ്ചാവ് വേട്ടയാണ്, തൂഫാനിൽ തന്നെ നടത്തിയ ഏറ്റവും വലിയ ഹൈബ്രിഡ് കഞ്ചാവ് വേട്ടയാണ് പെരുമ്പാവൂരിൽ നടന്നത്. പെരുമ്പാവൂർ കേന്ദ്രീകരിച്ച് വലിയ രീതിയിൽ ഈ മയക്കുമരുന്ന് കച്ചവടം നടക്കുന്നുണ്ട്. നമുക്ക് നേരത്തെ തന്നെ അറിയാവുന്നതുമാണ്. പലപ്പോഴും ചെറിയ ചെറിയ ക്വാണ്ടിറ്റികൾ പിടിക്കാറുമുണ്ട്. പക്ഷേ ഇത്തരത്തിൽ വലിയ ക്വാണ്ടിറ്റി പിടിച്ചത് അടുത്ത കാലത്താണ്, അല്ലെങ്കിൽ അടുത്ത കാലത്ത് പിടിച്ച ഏറ്റവും വലിയ ക്വാണ്ടിറ്റിയാണ് കഴിഞ്ഞ ദിവസം പോലീസ് പിടിച്ചെടുത്തത്. എന്തായാലും ഇത് സംബന്ധിച്ച് വിശദമായ ഒരു അന്വേഷണം തന്നെ പോലീസിന്റെ ഭാഗത്തുനിന്ന് നടക്കുന്നുണ്ട്. അങ്ങനെ നടത്തിയാൽ മാത്രമേ ഇതിന്റെ കണ്ണികൾ നമുക്ക് മുറിക്കാൻ കഴിയുകയുള്ളൂ. ആ കണ്ണികൾ മുറിഞ്ഞാൽ മാത്രമേ ഇങ്ങോട്ടേക്ക് മയക്കുമരുന്ന് എത്തുന്നത് തടയാൻ കഴിയുള്ളൂ. സാധാരണഗതിയിൽ ഈ അയൽ സംസ്ഥാനങ്ങളിൽ നിന്നാണ് കൂടുതലായിട്ട് ഈ മയക്കുമരുന്ന്, MDMA ഉൾപ്പെടെയുള്ള മയക്കുമരുന്നുകൾ എത്തുന്നത്. ബാംഗ്ലൂർ ഉൾപ്പെടെയുള്ള നഗരങ്ങളിൽ നിന്ന് എത്താറുണ്ട്. പക്ഷേ വിദേശ രാജ്യങ്ങളിൽ നിന്ന് പോലും ഇത്രയും ബൾക്കായിട്ട് എത്തുന്നു എന്നുള്ളത് ആശങ്കപ്പെടുത്തുന്ന കാര്യമാണ്. അത് എങ്ങനെ എത്തുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. ആകാശമാർഗമാണോ അതോ കടൽ മാർഗമാണോ എത്തുന്നത് പോലീസ് കണ്ടെത്തേണ്ടതുണ്ട്. ആകാശമാർഗം പലപ്പോഴും കൊണ്ടുവന്നിട്ടുള്ളത് എയർപോർട്ടിൽ വെച്ച് തന്നെ പിടിച്ചിട്ടുമുണ്ട്. അപ്പോൾ അത്തരത്തിൽ സുരക്ഷിതമായി എങ്ങനെ പുറത്ത് കടക്കുന്നു ഇത്തരം വലിയ ക്വാണ്ടിറ്റികൾ എന്നുള്ളത് ചോദ്യമാണ്. എന്തായാലും പോലീസ് ഇത് വിശദമായി തന്നെ അന്വേഷിക്കുന്നുണ്ട്. ഈ ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ കണക്ട് ചെയ്ത് പല സ്ഥലങ്ങളിലേക്കും ഇത് കണക്ട് ചെയ്ത് പോകാൻ കഴിയുമെന്നുള്ളതാണ് പോലീസ് പ്രതീക്ഷിക്കുന്നത്.